കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ പരീക്ഷ എഴുതിയ 38 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞുവെച്ച് CBSE. സംസ്കൃതം കമ്മ്യൂണിക്കേറ്റീവ് രണ്ടാം വിഷയമായി എടുത്ത വിദ്യാർത്ഥികളുടെ ഫലമാണ് തടഞ്ഞുവെച്ചത്. രജിസ്ട്രേഷൻ സമയത്ത് വിഷയത്തിന്റെ കോഡ് രേഖപ്പെടുത്തിയതിൽ സ്കൂളിന് വന്ന പിഴവാണ് പ്രശ്നത്തിന് കാരണമായത്. CBSEയുടെ അക്കാദമിക കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ പരിമിതിയുണ്ടെന്നും പരാതി ലഭിച്ചാൽ ഇടപെടുമെന്നും വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ സംസ്കൃതം കമ്മ്യൂണിക്കേറ്റീവ് രണ്ടാം ഭാഷാ വിഷയമായി തെരഞ്ഞെടുത്ത 38 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലമാണ് CBSE തടഞ്ഞുവെച്ചത്. ഒരു വർഷം മുൻപ് 10ാം ക്ലാസ് രജിസ്ട്രേഷൻ നടത്തുമ്പോൾ വിഷയത്തിന്റെ കോഡ് സ്കൂൾ അധികൃതർ മാറി രേഖപ്പെടുത്തിയതാണ് പ്രശ്നത്തിന് കാരണം. പിഴവ് ശ്രദ്ധയിൽപ്പെട്ടത് 2026 ജാനുവരിയിലാണ്. CBSEയുമായി ബന്ധപ്പെട്ടെങ്കിലും പിഴവ് തിരുത്താൻ അനുമതി നൽകിയില്ല. തുടർന്ന് സ്കൂൾ അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചു. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. തുടർന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. എന്നാൽ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം പരീക്ഷാഫലം വരാതെ CBSE തടഞ്ഞുവെക്കുകയായിരുന്നു. സംസ്കൃതം സെക്കൻഡ് ലാംഗ്വേജായി എടുത്ത് പഠിക്കുന്ന കുട്ടികളുടെ റിസൾട്ടാണ് ഇപ്പോൾ തടഞ്ഞു വെച്ചിട്ടുള്ളത്. അതിനുള്ള കാരണം പറയുന്നത് ഇവിടുന്ന് കൊടുത്ത സബ്ജക്റ്റ് കോഡ് അത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് മാറിപ്പോയി. അതുകൊണ്ട് കുട്ടികളുടെ റിസൾട്ട് തടഞ്ഞു വെച്ചു. ഇംപ്രൂവ്മെന്റ് പരീക്ഷ, +1 പ്രവേശനം തുടങ്ങിയവ മുന്നിൽ നിൽക്കെ എന്തു ചെയ്യുമെന്നറിയാതെ വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. പരീക്ഷാഫലത്തിനായി CBSEയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ഇത് ശരിക്കും ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. കുട്ടികളെ വെച്ചിട്ടുള്ള ഒരു വിലപേശലാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു പാനിക് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് റിസൾട്ടിന് ചെയർമാൻ എഴുതിയിട്ടുണ്ട്. CBSEയുടെ അക്കാദമിക കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ പരിമിതിയുണ്ടെന്നും പരാതി ലഭിച്ചാൽ ഇടപെടാമെന്നും വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. CBSEയുടെ അക്കാദമിക് കാര്യങ്ങൾ നമ്മൾ കേരള ഗവൺമെന്റ് അല്ല നോക്കുന്നത്. അവരുടെ കുട്ടികളോ രക്ഷകർത്താക്കളോ ഗവൺമെന്റിന് ഒരു പരാതി നൽകിയാൽ കേന്ദ്ര CBSE ബോർഡുമായിട്ട് ബന്ധപ്പെടാം. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.